ഇറാൻ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യാൻ തയ്യാറായിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇറാൻ പ്രതികാരം ചെയ്യുന്നോ ഇല്ലയോ, ഇസ്രായേൽ അവരുടെ പാതയിൽ പോയി അവർ ലക്ഷ്യം വച്ചതെല്ലാം തകർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് പറയാൻ കാരണം ഇന്നലെ ഇസ്രായേൽ നടത്തിയ ഒരു എയർ സ്ട്രൈക്കിൽ ഹെസ്ബുള്ളയുടെ സതൻ ഫ്രണ്ടിലുള്ള റെഡ് വൺ ഫോഴ്സിലെ കമാൻഡറെ കൊല്ലുന്നു. ഇത് ഹെസ്ബുള്ളയുടെ ഒരു പ്രധാനപ്പെട്ട ഒഫൻസീവ് ഫോഴ്സ് ആണ്. ഗ്രൗണ്ട് ട്രൂപ്സിനെ കൺട്രോൾ ചെയ്യുക, കൂടുതൽ ഡ്രോൺ ആക്രമണം നടത്തുക, ഇവയാണ് ഈ റെഡ് വൺ ഫോഴ്സ് ചെയ്യുക. ഇവർക്ക് പ്രത്യേകമായ ഒരു സ്ഥാനം ഹെസ്ബുള്ളയുടെ സംഘടനയിലുണ്ട്. ഇതിലെ കമാൻഡറിനെ, പ്രധാനമായും സദാൻ ഫ്രണ്ടിന് നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന കമാൻഡറെ ഇന്നലെ ഞങ്ങൾ കൊന്നുവെന്ന് ഇസ്രായേലിന്റെ IDF ഒരു അറിയിപ്പ് കൊടുത്തു. ഈ ഒരു അറിയിപ്പ് വന്നതിന് ശേഷം ഹെസ്ബുള്ള വടക്കൻ ഭാഗങ്ങളിൽ, പ്രധാനമായും ഹൈഫയെ ചുറ്റിയുള്ള എല്ലാ ഭാഗങ്ങളിലും വലിയൊരു ഡ്രോൺ ആക്രമണം ചെയ്യാൻ തുടങ്ങുന്നു. ഇസ്രായേലിന്റെ വടക്കൻ ഭാഗങ്ങൾ മുഴുവൻ ഇപ്പോൾ റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ട്. ഇതിനിടയിൽ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഒരു കമ്മിറ്റിയും ഇപ്പോൾ ഇറാൻ വിളിച്ചുകൂട്ടാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. ഇറാൻ ഒരു പ്രതികാരാക്രമണം ചെയ്യുന്നതിന് മുൻപ് ഇസ്രായേൽ അവരുടെ ആക്രമണം ഇവിടെ അധികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാം. ആദ്യം, ഇറാന്റെ ആക്രമണം ചില ദിവസത്തെ തന്നെ ഉണ്ടാകും. കാരണം ഞങ്ങൾക്ക് ലഭിച്ച വിവരമനുസരിച്ച്, അമേരിക്കയുടെ ചാര സംഘടനയിൽ നിന്നും ലഭിച്ച വിവരമനുസരിച്ച് ഇറാന്റെ മിസൈൽ മൂവ്മെന്റ്സ് എന്നത് ഇപ്പോ അധികമാകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ എത്രയും പെട്ടെന്ന് വരാൻ പോകുന്ന 1-2 ദിവസത്തിനുള്ളിൽ ഇറാന്റെ ആക്രമണം ഉണ്ടാകും എന്ന് അമേരിക്ക വീണ്ടും ഒരു കാര്യം സ്ഥിരീകരിച്ചു. കാരണം അമേരിക്കയുടെ ചാരസംഘടനയെ സംബന്ധിച്ച് ഇക്കാര്യങ്ങളിൽ അവരുടെ ഊഹാപോഹങ്ങൾ എന്നതിനപ്പുറം വളരെ വ്യക്തമായ തെളിവുകളൊന്നും ഇല്ലാതെ അവർ ഒരു കാര്യം പറയില്ല. ഇപ്പോ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ മൂവ്മെന്റ്സ് എന്നത് കൂടുതലായിട്ടുണ്ട്. അതിനാൽ ഇറാൻ തിരിച്ചടിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കൂടാതെ കഴിഞ്ഞ 3 ദിവസമായി ഇറാൻ അവരുടെ എയർ ക്രൂ മെമ്പേഴ്സിനെയും ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് ചില എക്സസൈസുകൾ നടത്തുന്നുണ്ട്. ഇന്നലെ പോലും റിഫാൻ പ്രവിശ്യയിൽ ഒരു വലിയ പൊട്ടിത്തെറി ശബ്ദം കേട്ടു. എല്ലാവരും അത് ഇസ്രായേലിന്റെ ആക്രമണം എന്ന് ചിന്തിച്ചപ്പോൾ ഇറാൻ അതിനൊരു വിശദീകരണം നൽകി. ഇല്ല, അങ്ങനെ യാതൊരു ആക്രമണവും നടന്നിട്ടില്ല. ഞങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം മിസൈൽ പൊട്ടിത്തെറിച്ചത് കൊണ്ടാണ് ആ ഒരു ശബ്ദം ഉണ്ടായതെന്ന് അവർ ഒരു വിശദീകരണം നൽകി. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഇറാൻ റഷ്യയിൽ നിന്നും S-400ന്റെ ചില യൂണിറ്റ്സ് ചോദിക്കുന്നുണ്ട്, ചില യൂണിറ്റ്സ് നൽകാൻ ഒരു റിക്വസ്റ്റ് വെച്ചു എന്ന്. അതിനാൽ ഇന്നലെ റഷ്യയുടെ സ്റ്റേറ്റ് ഓൺഡ് മീഡിയ ഏജൻസി ഒരു കാര്യം കൺഫേം ചെയ്തു. റഷ്യയിൽ നിന്നും പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്, എയർ ഡിഫൻസ് സിസ്റ്റത്തിന് ആവശ്യമായ കോമ്പണന്റ്സ് റഷ്യ വഴി ഇറാന് നൽകുന്നുവെന്ന് മോസ്കോയും ഒരു കാര്യം കൺഫേം ചെയ്തു. അതിനാൽ റഷ്യയിൽ നിന്നും ഒരുപാട് ഷിപ്മെന്റ്സ് ഇറാനിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഹെസ്ബുള്ളയിലെ ഈ റെഡ് വൺ ഫോഴ്സിലെ കമാൻഡറിനെ ഇസ്രായേൽ കൊല്ലാനുണ്ടായ പ്രധാന കാരണം ഇത്രയും ദിവസം പല ഡ്രോൺ ആക്രമണങ്ങൾ നടന്നല്ലോ. ഇസ്രായേലിന്റെ പൊസിഷൻസിൽ 91st ബറ്റാലിയൻ ഹെഡ്ക്വാർട്ടേഴ്സിനെ നശിപ്പിച്ചത്, ഇസ്രായേലിന്റെ ചാരന്മാർ ഒരു സ്ഥലത്ത് കൂടിയിരുന്നപ്പോൾ ആ ബിൽഡിംഗിൽ നടത്തിയ ആക്രമണം, ഇവയെല്ലാം കോർഡിനേറ്റ് ചെയ്തത് ഈ റെഡ് വൺ ഫോഴ്സ് ആണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇവരും അവരുടെ ടാർഗറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഇവരുടെ കോർഡിനേറ്റ്സ് കിട്ടി അവരെ നശിപ്പിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. അതിലും പ്രധാനപ്പെട്ട കമാൻഡറെ കൊല്ലാം എന്നുള്ളൊരു പദ്ധതി ഇടുന്നു. കാരണം കമാൻഡറെ നശിപ്പിച്ചാൽ, കമാൻഡർ ഇല്ലാതെ ആ ഒരു ഫോഴ്സിന് പ്രവർത്തിക്കാൻ തീർച്ചയായും കാലതാമസം ഉണ്ടാകും. അതുവരെയും അവരുടെ ആക്രമണം വലിയ രീതിയിൽ ഏത് സ്ഥലങ്ങളിലും നടക്കില്ല. അവരെ ഈസിയായി ന്യൂട്രലൈസ് ചെയ്യണം. കുറച്ചു ദിവസം അവരുടെ അറ്റാക്ക് ഒന്നും ഇല്ലാതെ തടയണമെങ്കിൽ അവരുടെ കമാൻഡറെ ലക്ഷ്യമിട്ട് നശിപ്പിക്കണം എന്ന് കരുതി അങ്ങനെ നടത്തിയ ആക്രമണത്തിലാണ് ആ കമാൻഡറെ കൊന്നത്. എന്നാൽ തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു അയാളുടെ മൃതശരീരം ഹെസ്ബുള്ളയ്ക്ക് ലഭിച്ചത്. ഇത് ഹെസ്ബുള്ള തന്നെ പറഞ്ഞു, ഒരു കമാൻഡറെ ഞങ്ങൾ നഷ്ടപ്പെടുത്തി. എന്നാൽ അയാൾ ആരാണെന്ന് ഞങ്ങളെ കൊണ്ടുപോലും കണ്ടെത്താൻ സാധിക്കുന്നില്ല. DNA ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അത് കണ്ടുപിടിക്കാൻ സാധിക്കൂ. അതിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുന്നുവെന്ന് ഒരു അറിയിപ്പ് നൽകി. തുടർന്ന് ഇസ്രായേലിന്റെ നെഹാരിയ മിശ്ര, വെസ്റ്റേൺ ഗലീലി ഭാഗത്തുള്ള ഈ ഒരു സ്ഥലങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തി. വൺ വേ സൂസൈഡ് ഡ്രോൺ ഉപയോഗിച്ച് ഹെസ്ബുള്ള ഒരു ആക്രമണം നടത്തുന്നു. ഇത് ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം തീർച്ചയായും കണ്ടുപിടിച്ചിട്ടേ ഇല്ല. കാരണം ആ ഒരു വീഡിയോ എല്ലാം ഇസ്രായേലിലെ ഒരുപാട് പേർ തന്നെ ഫോണിൽ ക്യാപ്ചർ ചെയ്യുകയും അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. തറയിൽ നിന്നും 20-25 അടി ഉയരത്തിലാണ് ഈ ഡ്രോണുകൾ പറക്കുന്നത്. റേഡാർ തരംഗങ്ങളിൽ അകപ്പെടാതിരിക്കാനായി ഈ ഒരു ടാക്ടിക്സ് ഉപയോഗിച്ച് ഈ സൂസൈഡ് ഡ്രോൺസിനെ ഹെസ്ബുള്ള ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് ഇസ്രായേലിന്റെ മിലിറ്ററി ഇൻസ്റ്റാളേഷൻസിനെ നോക്കിയാണ് അയച്ചതെങ്കിലും അതിന് ഈ ഡ്രോണിന് ശരിയായ വിജയം ലഭിച്ചില്ല. അതിന് നൽകിയ ലക്ഷ്യത്തിൽ നിന്നും കുറച്ച് മുൻപിലാണ് അത് വീണത്. അതിനാൽ അവിടെ പൊതുജനങ്ങൾ ബാധിക്കപ്പെട്ടുവെന്നും പറയുന്നു. ഈ ഡ്രോൺ ആക്രമണം കാരണം വയസ്സായ 2 പേർക്ക് സിവിയർ ഇഞ്ചുറി സംഭവിച്ചു. ഒരാൾക്ക് ആ ഷാർപ്നൽ കാരണം തലയിൽ സാരമായ പരിക്കേറ്റിട്ടുണ്ട്. അയാളുടെ കണ്ടീഷൻ വളരെ മോശമായി മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് അദ്ദേഹം മരിച്ചിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. മറ്റൊരാൾക്ക് മൈനർ ഇഞ്ചുറി ഉണ്ടായെന്നും പറയുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേലിന്റെ കാഷ്വാലിറ്റി കൗണ്ട് എന്നത് ഈ സ്ഥലത്ത് ഹെസ്ബുള്ള കാരണം കൂടിക്കൊണ്ടിരിക്കുകയാണ്.
ഇനി അടുത്ത ഭാഗത്ത് ഇറാൻ ചെയ്യുന്നത്, ഞങ്ങൾ തീർച്ചയായും ഇസ്രായേൽ പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞ് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേസമയം നീ എല്ലാ തയ്യാറെടുപ്പും നടത്തിക്കോ, എന്നാൽ അതിനു മുൻപ് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് ഇസ്രായേൽ അവരുടെ ചാരന്മാരെ ഉപയോഗിച്ച് ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഈ കോർഡിനേറ്റ്സ് ഗ്യാദർ ചെയ്യുക എന്നുള്ളത് ഒരു സാധാരണ കാര്യമേ അല്ല. ഒരു ഉദാഹരണത്തിന് എടുത്തു പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു റെഡ് വൺ ഫോഴ്സിലെ കമാൻഡറെ കൊന്നത് ഹെസ്ബുള്ള അവരുടെ 1,00,000 സൈനികരെല്ലാം ആക്റ്റീവ് ആക്കി വെച്ചിട്ടുണ്ട്. അത്രയും പേരിൽ ഇപ്പോൾ ഈ കൊന്ന കമാൻഡറെ മാത്രം പ്രത്യേകം തിരിച്ചറിഞ്ഞ് അയാളുടെ കോർഡിനേറ്റ്സ് എല്ലാം വാങ്ങി അയാൾ എവിടെ നിന്നും ആക്രമിക്കാം, അയാളെ ചുറ്റി ആരെല്ലാം ഉണ്ട്, ഇങ്ങനെ എല്ലാ വിവരങ്ങളും ഒന്നുപോലും മിസ്സാകാതെ ഇസ്രായേലിലെ ചാരസംഘടനയ്ക്ക് ലഭിച്ചു. ഈ സമയത്താണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ 57 നാടുകളുള്ള ഒരു സംഘടന, കൂടുതൽ ഇസ്ലാമിക് മെജോറിറ്റി ഉള്ള ഒരു സംഘടന എന്ന് പറയാം. ഇറാൻ ഈ നാടുകളുടെ എല്ലാ മീറ്റിംഗ് ഇപ്പോൾ വിളിച്ചുകൂട്ടിയിരിക്കുകയാണ്. ഇസ്രായേലിനെതിരെ ചെയ്യാൻ പോകുന്ന ആക്രമണത്തിൽ ഇവരുടെ നിലപാട് എന്താണെന്ന് അറിയണം. എല്ലാവരും ഇറാനെ സപ്പോർട്ട് ചെയ്യുകയും വേണം. അങ്ങനെ അവരുടെ സപ്പോർട്ട് വാങ്ങാൻ വേണ്ടി ഈ ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി. 2 ദിവസത്തിന് മുൻപേ ഒരു അറിയിപ്പ് കൊടുത്തിരുന്നു, ഞങ്ങൾ ഈ ഓർഗനൈസേഷന്റെ എമർജൻസി മീറ്റിംഗ് വിളിക്കാൻ പോകുന്നുവെന്ന്. എന്നാൽ അതിനായിട്ടുള്ള പണികൾ ഇറാൻ ഇപ്പോഴാണ് ചെയ്തതെന്ന് പറയാം. മറ്റൊരു ഭാഗത്ത് സെൻട്രൽ കമാൻഡിൽ നിന്നും ഒരു അറിയിപ്പ് വന്നു, 2 ഹൂത്തികളുടെ സൂയിസൈഡ് ഡ്രോൺസും ഒരു ബാലിസ്റ്റിക് മിസൈലും ചെങ്കടലിൽ വെച്ച് ഞങ്ങൾ നശിപ്പിച്ചു. ഇപ്പൊ ഹൂത്തികളുടെ മൂവ്മെന്റ്സ് എന്നത് കൂടുതലും കൊമേഴ്ഷ്യൽ ഷിപ്പിനപ്പുറം ഈ ഭാഗത്ത് ചുറ്റിക്കറങ്ങുന്ന സൈനിക കപ്പലുകളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും അമേരിക്കയുടെ കപ്പലുകളെ ഹൂത്തികൾ ലക്ഷ്യം വെച്ചതുകൊണ്ട് അതെല്ലാം നിരീക്ഷിച്ച് ആക്രമണം തടയാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അതിന്റെ ഒരു തുടക്കമായിട്ടാണ് ഇത് ചെയ്തത്. എത്രയും പെട്ടെന്ന് ഹൂത്തികൾക്ക് ഒരു വലിയ തിരിച്ചടി നൽകുമെന്നും അവർ പറഞ്ഞു. എന്നാൽ ഇങ്ങനെ അമേരിക്ക പറയുന്ന അതേ സമയത്താണ് 8ാമത്തെ ഡ്രോൺ 2 ദിവസത്തിന് മുൻപ് ഹൂത്തികൾ വെടിവെച്ച് വീഴ്ത്തിയത്. അതായത് മൊത്തത്തിൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് തുടങ്ങിയതിനു ശേഷം അമേരിക്കയുടെ MQ-9 ഡ്രോണിനെ 8ാം തവണ ഹൂത്തികൾ വെടിവെച്ച് വീഴ്ത്തി. ഈ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഒന്ന് നോക്കുക. ഇറാൻ പറഞ്ഞു, ഞങ്ങൾ ഒരു റിവഞ്ച് എടുക്കുമെന്ന്. എന്തിനാണ് റിവഞ്ച് എന്ന് ചോദിച്ചാൽ, ഹമാസിന്റെ നേതാവിനെ തെഹ്റാനിൽ വെച്ച് ഞങ്ങളുടെ തലസ്ഥാനത്ത് വെച്ച് തന്നെ ഇസ്രായേലിലെ ചാരസംഘടന കൊന്നു. അതിനായിട്ടുള്ള തിരിച്ചടി ഞങ്ങൾ നൽകും എന്ന് പറയുന്നു. മറ്റൊരു ഭാഗത്ത് ഹൂത്തികൾ ഞങ്ങളുടെ പോർട്ടിന്, പ്രധാനമായും ഞങ്ങളുടെ ഓയിൽ സ്റ്റോറേജ് ഫെസിലിറ്റിയിൽ ഇസ്രായേൽ ഒരു വലിയ എയർ സ്ട്രൈക്ക് നടത്തി. അതിനാൽ ഞങ്ങൾക്ക് പല കോടി രൂപ നഷ്ടമുണ്ടായി. അതിനാൽ ഞങ്ങൾ ഒരു തിരിച്ചടി നൽകാൻ പോകുന്നുവെന്ന് ഇസ്രായേലിനെതിരെ അവർ നിൽക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഹിസ്ബുള്ള ഞങ്ങളുടെ പ്രധാനപ്പെട്ട സീനിയർ കമാൻഡറെ കൊന്നുവെന്ന് അവരും ഇസ്രായേലിനെതിരെയുള്ള തിരിച്ചടി നൽകാനായി കാത്തു നിൽക്കുന്നു. ഇതിൽ അമേരിക്കയാണ് പുതുതായി ഈ ലിസ്റ്റിൽ ചേർന്നത്. ഇറാഖിലുള്ള ബേസിനെ ആക്രമിച്ചതിനു ശേഷം അമേരിക്ക ഇപ്പോൾ ഇതിനുള്ള റിവെഞ്ച് ചെയ്യാൻ കാത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം എന്നത് എത്രയും പെട്ടെന്നൊന്നും അവസാനിക്കില്ല. ഇതൊരു വലിയ യുദ്ധമായി മാറാൻ പോകുന്നു. മധ്യകിഴക്കിൽ ഒരു വലിയ യുദ്ധം തുടങ്ങി വയ്ക്കാനുള്ള എല്ലാ സാഹചര്യവും ഉള്ളതായി ഒരുപാട് സൈനിക വിശകലന വിദഗ്ധർ പറയാൻ തുടങ്ങി. അതിന് ഒരുപാട് വിശദീകരണങ്ങളും അവർ നൽകുന്നുണ്ട്. ഇതിനിടയിൽ സൗദി ഒരു കാര്യം പറഞ്ഞു, ഇറാൻ ഒരു ആക്രമണം ചെയ്യാൻ തയ്യാറാവുകയാണ്. അങ്ങനെ ചെയ്താൽ ഞങ്ങളുടെ എയർ സ്പേസ് അവർ ഉപയോഗിക്കാൻ പാടില്ല. ഒരുപക്ഷെ ഞങ്ങളുടെ എയർ സ്പേസിനുള്ളിൽ ഒരു ഘട്ടത്തിനപ്പുറം ഈ ആയുധങ്ങൾ വരികയാണെങ്കിൽ, മിസൈൽസ് വന്നാൽ ഞങ്ങളുടെ എയർ സ്പേസിനുള്ളിൽ ആ മിസൈൽസ് കയറും. എന്നാൽ ഞങ്ങളുടെ വ്യോമാതിർത്തി കഴിഞ്ഞ് അവ പോകില്ല. എന്നാൽ ഞങ്ങളുടെ വ്യോമാതിർത്തി കടന്ന് അവ പോകില്ല. അതിന് മുൻപ് തന്നെ എല്ലാ മിസൈൽസിനെയും ഞങ്ങൾ വെടിവെച്ച് വീഴ്ത്തും. ഇത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന നിലപാടൊന്നും തന്നെയല്ല. ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളുടെ അനുവാദമില്ലാതെ ഞങ്ങളുടെ എയർ സ്പേസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ മിസൈൽസിന് ഞങ്ങൾ വെടിവെച്ച് വീഴ്ത്തുമെന്ന് നേരിട്ട് തന്നെ ഇറാനെതിരെ അവർ തിരിഞ്ഞു. ഈ ഒരു അറിയിപ്പിന് ശേഷമായിരുന്നു ഇറാൻ ഈ മീറ്റിംഗ് വിളിക്കേണ്ട എല്ലാ ജോലികളും ചെയ്യാൻ തുടങ്ങിയത്. ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. തുർക്കി ഒരു ഭാഗത്ത് ഇറാന് ഡയറക്റ്റ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. റഷ്യയുടെ സപ്പോർട്ടും ഇറാന് ലഭിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് അമേരിക്കയുടെ സഹായം ഇസ്രായേലിന് കൂടുതലും ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഒരു പോയിന്റിലേക്ക് തുർക്കിയും വരികയാണെങ്കിൽ അന്ന് മുതൽ അവിടെ 3ാം ലോക മഹായുദ്ധം യാതൊരു അറിയിപ്പുമില്ലാതെ ആരംഭിക്കാനുള്ള സാധ്യതയിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ഇനി അമേരിക്ക ഇതെല്ലാം വിട്ട് മാറുകയാണെങ്കിൽ, ഇസ്രായേലിന് നൽകുന്ന സഹായം കുറയ്ക്കുകയാണെങ്കിൽ, മറ്റൊരു ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം പതിയെ പതിയെ കുറയാൻ തുടങ്ങും. പക്ഷേ തീർച്ചയായും അമേരിക്ക ചെയ്യില്ല. അമേരിക്കയ്ക്കും ഇസ്രായേലും ഇടയിലുള്ള ബന്ധം ആരെക്കൊണ്ടും നശിപ്പിക്കാൻ കഴിയില്ല എന്ന് അവർ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക പിൻവാങ്ങില്ല. അതുപോലെ എതിർഭാഗത്ത് മറ്റു നാടുകളെല്ലാം ഒന്നു ചേർന്നിരിക്കുന്നു. ചൈന, റഷ്യ, ഇറാൻ, തുർക്കി പോലുള്ള നാടുകൾ ഒരുപക്ഷെ ചേരുകയാണെങ്കിൽ തീർച്ചയായും 3ാം ലോക മഹായുദ്ധം ആ ഒരു മധ്യകിഴക്കിൽ ആരംഭിക്കും. ഇങ്ങനെ ഒരു യുദ്ധത്തിന് ഇസ്രായേൽ, ഇറാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് നെതന്യാഹുവിനെതിരെയുള്ള സ്വരങ്ങൾ ഇപ്പോൾ ഇസ്രായേലിൽ പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഗാസയിൽ ഹോസ്റ്റേജസ് ആയി ഇസ്രായേലിലെ കുറെ പേരുണ്ട്. അവരുടെ ബന്ധുക്കളെല്ലാം ചേർന്ന് ടെൽ അവീവിലുള്ള പ്രധാനപ്പെട്ട ഹൈവേസ് എല്ലാം അടയ്ക്കാൻ തുടങ്ങി. ഒരുപാട് സ്ഥലങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ ഒരു സീസ് ഫയർ കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ബന്ധുക്കളെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുക.
നിങ്ങൾ ഇതിനൊക്കെ കാലതാമസം വരുത്തുമ്പോൾ അവരുടെ ജീവന് കൂടുതൽ ആപത്ത് വരികയാണ്. അതിനാൽ ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് ഒരു സീസ് ഫയർ ഡീൽ നിങ്ങൾ കൊണ്ടുവരിക. എങ്കിൽ മാത്രമേ ഇസ്രായേലിനെ ഞങ്ങൾ മുഴുവനായും പിന്തുണയ്ക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിൽ ഞങ്ങൾ തന്നെ നിങ്ങൾക്കെതിരെ തിരിയാൻ സാധ്യതയുണ്ട്. ഞങ്ങളുടെ വേദന നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ ഫീലിംഗ്സിനും ഒരല്പം വില തരിക. അവിടെ ഹോസ്റ്റേജസ് ആയിട്ടുള്ളവരെ എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരണമെന്ന് ഒരു പ്രതിഷേധം ഒരു ചെറിയ രീതിയിൽ അവിടെ പൊങ്ങി വരാൻ തുടങ്ങി. ഇത് നെതന്യാഹുവിന്റെ ഗവൺമെന്റിന് ഒരു സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ടുള്ള ഇറാന്റെ എംബസി ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ഇസ്രായേലിന് ഓസ്ട്രേലിയ പോലുള്ള ഒരുപാട് നാടുകൾ സഹായിക്കുന്നുണ്ട്. ഒരു തീവ്രവാദ നാടായി അല്ലെങ്കിൽ തീവ്രവാദി എന്ന് മുദ്രകുത്താൻ ആവശ്യമായ എല്ലാ കഴിവുകളും ഇസ്രായേലിനുണ്ട്. അങ്ങനെയുള്ള ഒരു നാടിനെ മുഴുവനായും ഈ ലോകത്തിന്റെ ഭൂപടത്തിൽ നിന്നുകൊണ്ട് തന്നെ തുടച്ചു മാറ്റാൻ കഴിയുന്ന രീതിയിൽ ഇറാൻ ഒരു തിരിച്ചടി നൽകണം. അങ്ങനെ ഒരു തിരിച്ചടി നൽകിയാൽ മാത്രമേ ഇറാനിൽ മറ്റു നാടുകൾക്ക് ഒരു ഭയം വരികയുള്ളൂ. ഇങ്ങനെ അദ്ദേഹം സ്വയം മറന്ന് കുറെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ഇതിന് ഓസ്ട്രേലിയയുടെ ഫോറിൻ മിനിസ്ട്രി ശരിയായ ഒരു മറുപടി നൽകി. ഇവിടെയുള്ള ആരെക്കൊണ്ടും ഏതൊരു നാടിനെയും ലോക ഭൂപടത്തിൽ നിന്നും നശിപ്പിക്കാൻ കഴിയില്ല, തുടച്ചു മാറ്റാൻ കഴിയില്ല. അവർക്ക് പുറകിൽ എത്ര നാടുകളുണ്ട്, അവരുടെ പക്കൽ ഏതൊക്കെ ആയുധങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം. അത് മനസ്സിലാക്കിയതിനു ശേഷം ആരെ വൈപ്പ് ഔട്ട് ചെയ്യാം എന്നതിനെ കുറിച്ച് സംസാരിക്കാമെന്ന് ഇൻഡയറക്റ്റായി ഒരു ഭാഗത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അതായത് വ്യക്തമായി പറഞ്ഞാൽ ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം ഏത് അവസ്ഥയിലാണ്, മറ്റൊരു ഭാഗത്ത് ഇസ്രായേലിന്റെ അണു ആയുധം ഏത് രീതിയിലുണ്ടെന്ന് വ്യക്തമായി അവർ കാണിച്ചു തന്നു. അത് മാത്രമല്ല സൈക്കോളജിക്കൽ വാർഫെയറും ഇപ്പോൾ IRGC ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇസ്രായേലിലെ ഏതെല്ലാം സ്ഥലങ്ങളാണ് ഞങ്ങൾ നശിപ്പിക്കാൻ പോകുന്നത്, പ്രധാനമായും ഇസ്രായേലിന്റെ എയർപോർട്ട്സ്, പ്രധാനപ്പെട്ട മിലിറ്ററി ടാർഗറ്റ്സ്, അതിനപ്പുറം ചില കൊമേഴ്ഷ്യൽ ടാർഗറ്റ്സും അവിടെ ടാർഗറ്റ് ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ജനങ്ങൾക്കൊരു ഭയം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം ഒരു പ്രശ്നം വരാൻ പോകുന്നു, അവിടങ്ങളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്ന ഒരു ഭയം സൃഷ്ടിക്കും. ഈ ജോലികളെല്ലാം ഇപ്പോൾ IRGC ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് വടക്കൻ ഭാഗങ്ങളിൽ ആക്രമണങ്ങൾ അധികമാക്കിയിട്ടുള്ളത് ഇസ്രായേലിനായിട്ടുള്ള പ്രഷർ വീണ്ടും കൂട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ ആക്രമണത്തിനും ഇസ്രായേൽ എത്രയും പെട്ടെന്ന് തിരിച്ചടി നൽകും. അല്ലെങ്കിൽ ഇറാൻ ആ സ്ഥലത്ത് അവിടെ റിവഞ്ച് അറ്റാക്ക് നടത്തും. ഇത് അമേരിക്ക കൺഫേം ചെയ്തു. അടുത്ത ചില ദിവസത്തിൽ ഒരു വലിയ ആക്രമണം ഇറാൻ ചെയ്യാൻ പോകുന്നുവെന്ന്. അത് എപ്പോ എങ്ങനെ എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. ഒരുപക്ഷെ റഷ്യയിൽ നിന്ന് വരുന്ന ഷിപ്മെന്റ്സിൽ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് പകരം ഒഫൻസീവ് ഓപ്പറേഷൻ ആവശ്യമായ മിസൈൽ ഉണ്ടെങ്കിൽ ആ മിസൈൽസ് ഇസ്രായേലിനെതിരെ ഇറാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന യുദ്ധത്തിൽ അതൊരു വലിയ വഴിത്തിരിവായി മാറും. തീർച്ചയായും അങ്ങനെ ഒരു സംഭവം നടന്നാൽ അത് മധ്യകിഴക്കിന്റെ ഇപ്പോഴുള്ള ഈ കറന്റ് ജിയോപൊളിറ്റിക്സ് കണ്ടീഷനെ തന്നെ മുഴുവനായി മാറ്റും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.